ഓം രാമായണത്തിലെ കീർത്തിസ്തംഭങ്ങൾ, ആനന്ദസ്വരൂപികളായ ആത്മഭാവങ്ങളെ വന്ദേ മാതരം. നിത്യാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തന്നമാമി. സദ്ഗുരും തന്നമാമി. ആത്മഭാവങ്ങളെ, രാമായണ ധ്യാന ശ്ലോകങ്ങളിൽ അത്യന്തം ദിവ്യമായ ഒരു മന്ത്രം ശ്രദ്ധിച്ചാലും, ഓം ശാന്തം ശാശ്വതം അപ്രമേയമനഘം നിർവാണ ശാന്തിപ്രദം ബ്രഹ്മാശംഭുഫണീന്ദ്രസേവ്യമനിശം വേദാന്തവേദ്യം വിഭും രാമാഖ്യം ജഗദീശ്വരം സുരഗുരും മായാമനുഷ്യം ഹരിം വന്ദേഹം കരുണാകരം രഘുവരം ഭൂപാലചൂടാമണിം. കിഷ്കിന്ധാകാന്ഡത്തിൽ രാമൻ വിനയാഭിരാമനായിട്ടാണ് ദർശിക്കപ്പെടുന്നത്. അതിൽ ഋഷ്യമുഖാചലം, സുഗ്രീവൻ അവിടെ ബാലിയെ ഭയന്ന് കഴിയുകയാണ്. ഹനുമാൻ ബ്രഹ്മചാരി വേഷം ധരിച്ച് ജടാവൽക്കലധാരികളായ രണ്ട് യുവ കോമളന്മാർ കയറി വരുന്ന കണ്ടിട്ട് അവരാരാണെന്ന് അന്വേഷിച്ചു വരാൻ സുഗ്രീവ നിർദ്ദേശപ്രകാരം അവിടെ എത്തുന്നു. ദർശനം മാത്രമേ തന്നെ മനസ്സിലായി ഇവർ രാജഋഷിമാരാണെന്ന്. വൃദ്ധ സന്യാസവേഷം ധരിച്ചു വന്നിരിക്കുന്ന ആഞ്ജനേയൻ സംബോധന ചെയ്തു എന്ന് നോക്കുക. രാജഋഷേ, ഭവാന്മാരാരാണ്? ആ പ്രഥമ സംബോധനയിൽ തന്നെ രാമകുമാരന് മനസ്സിലായി അസാധാരണ വൈദുഷ്യമുള്ള ദിവ്യസ്വരൂപനാണ് മുമ്പിൽ നിൽക്കുന്നതെന്നും യഥാർത്ഥ രൂപം ദർശിപ്പിച്ചു. തുടർന്ന് പല സംഭവ കഥകളും സൂചിപ്പിച്ചു. ബാലി സുഗ്രീവ യുദ്ധവും, ബാലിയെ ഭയന്ന് സുഗ്രീവനും 4 സജീവന്മാരും ഋഷ്യമുഖാചലത്തിൽ കഴിയുന്നതും, താൻ രക്ഷകനായിട്ട്, ആഞ്ജനേയൻ ആയ ഞാൻ രക്ഷകനായിട്ട് അവിടെ ഉള്ളതും മറ്റും വിശദീകരിച്ചു. മയൻ്റെ പുത്രൻ മായാവി, ബാലി അസുരന്മാരുമായി യുദ്ധം നടത്തുന്നു. മായാവി എന്ന അസുരന്മാരുമായിട്ട് ബാലി യുദ്ധം നടത്തുന്നു. ഒരു ഗുഹയിൽ മായാവിയെ നിഹനിച്ചു. ഇറങ്ങി വരുമ്പോൾ സുഗ്രീവൻ കാവൽക്കാരനായിട്ട് അവിടെ നിൽപ്പില്ല. കോപാകുലനായിട്ട് കിഷ്കിന്ധ നഗരിയിലെത്തുന്നു. സിംഹാസനത്തിലിരിക്കുന്ന സുഗ്രീവനെ അവിടെ നിന്ന് അടിച്ചോടിക്കുന്നു. സംഗതി എന്തെന്നറിയുന്നില്ല. അങ്ങനെ മായാവിയുടെ സഹോദരനാണ് ദുന്ദുഭി. പോത്തിൻ്റെ രൂപത്തിൽ വന്നിട്ട്
ബാലിയെ യുദ്ധത്തിന് വിളിക്കുന്നു. ആ ദുന്ദുഭിയെ ബാലി സംഹരിക്കുന്നു. രാമൻ 10 യോജന ദൂരം വരെ ദുന്ദുഭിയുടെ ജഡം കാലിലെ അങ്കുഷ്ടം കൊണ്ട് തന്നെ ദൂരത്തേക്ക് വലിച്ചെറിയുന്നു. സുഗ്രീവൻ രാമൻ്റെ ബലപരീക്ഷണം നടത്തുകയാണ് ചെയ്തത്. താര ബാലിയോട് പറയുന്നു, രാമൻ സാക്ഷാൽ ശ്രീ നാരായണൻ്റെ അവതാരമാണ്. അത് ഞാൻ മുൻപേ തന്നെ അങ്ങയെ സൂചിപ്പിച്ചു. ശക്തരായിട്ടുള്ള സഹായികളുമായിട്ടാണ് സുഗ്രീവൻ ഇപ്പോൾ വന്ന് അങ്ങയെ പോരിന് വിളിക്കുന്നത്. മരം മറഞ്ഞു നിന്ന് രാമൻ ബാലിയെ അസ്ത്രമേച്ച് നിഹനിക്കുന്നു. മറഞ്ഞു നിന്ന മരമാകട്ടെ കുണ്ടലിനി ലതയാണ്. ക്രിയായോഗം ഉപദേശിക്കുന്നു. ചാതുർമാസ്യ അവസരം ലക്ഷ്മണകുമാരനെ ക്രിയായോഗം ശ്രീരാമചന്ദ്രൻ ഉപദേശിക്കുന്നു. വിന്ധ്യാപർവ്വത താഴ്വര, അംഗദാദികൾക്ക് ദാഹം, ഒരു ഗുഹ, ആശ്രമം, ധ്യാനലീനയായ യോഗിനി സ്വയംപ്രഭ ഗന്ധർവകുമാരിയാണ്. വിശ്വകർമാവിൻ്റെ മകൾ ഹേമ എന്ന ഗന്ധർവകുമാരി ആണ് ഇവിടം സ്ഥാപിച്ചിരിക്കുന്നത്. ഹേമ ബ്രഹ്മലോകം പ്രാപിച്ചു. തുടർന്ന് സാക്ഷാത് വിഷ്ണു ഭഗവാനെ രാമനെ ധ്യാനിച്ച് സ്വയംപ്രഭ ഇവിടെ കഴിയുകയാണ്. രാമചരിതം അറിഞ്ഞപ്പോൾ സ്വയംപ്രഭയ്ക്ക് മുക്തി കിട്ടുന്നു. തുടർന്ന് സീതാന്വേഷണത്തിനുള്ള എല്ലാ ഉപായങ്ങളും സ്വയംപ്രഭ അംഗദാദികളെ മനസ്സിലാക്കി കൊടുക്കുന്നു. അങ്ങനെ ത്രേതായുഗത്തിൽ സീതാന്വേഷണം വാനരദൂതന്മാർ നടത്തുന്നു. സുഗ്രീവദൂതന്മാരായിട്ടുള്ള വാനരന്മാർ നടത്തുന്നു. അതിലൊരാൾക്ക് മാത്രമേ ബ്രഹ്മസ്വരൂപിണിയായ സീതയെ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. സപ്തജനാശ്രമത്തിൽ കിഷ്കിന്ധയിലെ ആശ്രമങ്ങളിലൊന്നാണ് സപ്തജന ആശ്രമം എന്നറിയപ്പെടുന്നത്. അവിടെ രാമലക്ഷ്മണന്മാർ ധ്യാനത്തിലും തപസ്സിലും കഴിയുകയാണ്. അവിടെ നിന്നും 3 വിശിഷ്ടമായ ഉപദേശം ലഭ്യമാകുന്നു. ലോകത്തിൽ സംഘർഷം ഉണ്ടാകുന്നത് ഭൂമിക്ക് വേണ്ടിയും സ്വർണം അഥവാ ധനത്തിനു വേണ്ടിയും കാമിനിക്ക് വേണ്ടിയാണ്. ഘോരമായ യുദ്ധങ്ങൾ പലതും ലോകത്ത് നടക്കുന്നത് ഈ 3 വിഷയത്തെ അധികരിച്ചതായിരിക്കും. സംഭാഷണത്തിൽ രാമലക്ഷ്മണന്മാർ ദശരഥപുത്രന്മാരാണെന്നും സീതാന്വേഷണത്തിനാണെന്നും മനസ്സിലാക്കിയ ആഞ്ജനേയൻ ഭക്തിയാദരോടുകൂടി തോളത്തിരുത്തിക്കൊണ്ട് സുഗ്രീവ സമീപമെത്തുന്നു. അങ്ങനെ ബാലി രാമനെ ത്വം പദം ഒരിക്കൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. മറ്റെല്ലാ സന്ദർഭങ്ങളിലും ഭവാൻ എന്നാണ് ബാലി രാമനെ സംബോധന ചെയ്തിരുന്നത്. ബാലി മാപ്പ് പറയുന്ന അവസാനം പല അധർമ്മങ്ങളും
കാട്ടി. രാമൻ ഇങ്ങനെ വിശേഷിപ്പിച്ചു ബാലിയെ. ഏകോന ശതഗുണനാണ് അങ്ങ്, ഏകോന ശതഗുണനാണ് അങ്ങ്. 99 ഉത്കൃഷ്ട ഗുണങ്ങൾ ബാലിക്കുണ്ട്. പക്ഷേ സ്വഭാവശുദ്ധി എന്നുള്ള ശ്രേഷ്ഠ ഗുണമില്ല. ആ ഗുണങ്ങളുണ്ടായിരുന്നെങ്കിൽ പൂർണ്ണപ്രജ്ഞനായിട്ട് ബാലി അറിയപ്പെടുമായിരുന്നു. എന്തു തന്നെയായാലും വിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രൻ ഭഗവാന്റെ കരങ്ങൾ കൊണ്ട് മരണം വരിക്കുന്നതിനാണ് സുഗ്രീവനോട് ഏറ്റുമുട്ടാൻ, രാമസഹായത്തോട് വന്നിരിക്കുന്ന സുഗ്രീവനോട് ഏറ്റുമുട്ടാൻ ബാലി തയ്യാറായതെന്ന് തുറന്നു പറയുകയും ചെയ്തിരുന്നു. ബാലിക്ക് അങ്ങനെ ഒരു വരം ലഭിച്ചിട്ടുണ്ട്. മനുഷ്യൻ മുഖേനെ തനിക്ക് വരാവൂ. ഇപ്പോൾ വിഷ്ണു ഭഗവാൻ മനുഷ്യാവതാരത്തെ ശ്രീരാമചന്ദ്രനായിട്ട് ശോഭിക്കുന്നു. വരം അതുപോലെ തന്നെ ഫലിക്കുകയും ചെയ്തു. സർവേഷു കാവ്യം രാമായണം കൃഷ്ണം സീതായാഹ ചരിതമഹത് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. സമ്പൂർണ്ണ രാമായണത്തെ സീതയുടെ സ്വഭാവശുദ്ധിയാണ്, ചാരിത്രശുദ്ധിയാണ് ഏറ്റവും വിശിഷ്ടമായിട്ട് കരുതപ്പെടുന്നതും മാതൃകയായിട്ട് സ്വീകരിക്കപ്പെടുന്നതും. സർവലക്ഷണ സമ്പന്ന നാരീണാം ഉത്തമാവത്വം. പാർവതി പരമശിവനോട് ചോദിക്കുകയുണ്ടായി, എന്താണ് രാമതത്വം? തത്വഭേദങ്ങൾ, വിജ്ഞാന വൈരാഗ്യാദി ഭക്തിലക്ഷണം, സാഖ്യയോഗഭേദാദികളും, ക്ഷേത്രോപാസനഫലം, യാഗാദികർമ്മഫലം, തീർത്ഥസ്നാനാദിഫലം, ദാനധർമാദിഫലം, ഇതെല്ലാം മനസ്സിലാക്കിത്തരാം ശ്രീ പാർവതി പരമശിവനോട് അപേക്ഷിക്കുന്നു. അത് നിർവഹിക്കുകയും ചെയ്തു. രാമൻ പരമാർത്ഥ തത്വമാണ്, പരമാനന്ദമൂർത്തിയാണ്. മൃഗീയത മാറ്റാൻ രാമനാമം ജപിച്ചാൽ മതി. ഗാന്ധിജിയുടെ മഹത്തായ സന്ദേശമാണ്. വിവേകാനന്ദനും അരവിന്ദ മഹർഷിയും ദയാനന്ദ സരസ്വതിയും സമർത്ഥ രാമദാസും രാമായണത്തിൻ്റെ മഹത്വം, പ്രത്യേകിച്ച് ആഞ്ജനേയൻ്റെ വ്യക്തിത്വം എടുത്തു പറയുകയുണ്ടായി. കൈകേയിയോട് രാമൻ ആദ്യം തന്നെ തുറന്നു പറഞ്ഞു, നാഹമർത്ഥപരോ ദേവി ലോകാനാമസ്തുത്സഹേ വിദ്ധിമാം ഋഷിഭിസ്തുല്യം വിമലം ധർമ്മമാസ്ഥിതം. ധർമ്മത്തിൽ അടിയുറച്ച് നിൽക്കുന്നവനാണ് ദേവി കൈകേയി മാതാവേ. ഞാൻ മഹർഷിക്ക് തുല്യമാണ്. എനിക്ക് സ്ഥാനമാനങ്ങളോ അധികാരാവകാശങ്ങളോ ഒന്നും ആഗ്രഹം ഇല്ല. ഭൗതികമായ ഒന്നിനോടും എനിക്ക് ആഗ്രഹമില്ല. പരമമായ സത്യത്തെ മാത്രമാണ് ഞാൻ കാക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. രാമായണത്തിൽ ഭരതൻ്റെ വ്യക്തിത്വം അത്യസാധാരണമാണ്. നിർഗുണഭക്തി, നവതാഭക്തികൾ 9 ഭരതനിൽ കാണാൻ കഴിയും. അത് നിർഗുണഭക്തിയുടെ ഉപാസകനാണ് ഭരതൻ. രാമായണത്തിലുടനീളം ഭരതൻ്റെ വ്യക്തിത്വം അവിടെയായിട്ട് തെളിഞ്ഞു കാണാൻ കഴിയുന്നുണ്ട്. സന്താപനാശകരായ നമോ നമഃ എന്ന് തുടങ്ങുന്ന അഗസ്ത്യ മഹർഷി ഉപദേശിച്ച ആദ്യത്തെ ഹൃദയമന്ത്രം, അത് ജപിച്ചിട്ടാണ് ശക്തി സമാഹരിച്ചിട്ട് രാവണ വിജയം രാമൻ നേടിയതെന്ന് എഴുത്തച്ഛനും മറ്റെല്ലാ രാമായണത്തിലും ആദിത്യ ഹൃദയം മന്ത്രത്തെക്കുറിച്ചുള്ള പ്രതിപാദ്യമുണ്ട്. വാൽമീകിയാണ് ആദിത്യ ഹൃദയം എന്ന വിശ്വോത്തരമായ ഗായത്രിയുടെ മറ്റൊരു ഭാവമാണ് രചിച്ചത്. അതിനെ പിന്തുടർന്നും കാളിദാസനും വ്യാസനും
ഭാസനും ഭവഭൂതിയും എഴുത്തച്ഛനും തുളസിയും കമ്പരും എല്ലാം ആദിത്യഹൃദയ മന്ത്രം യുദ്ധകാണ്ഡത്തിൽ വിശേഷിച്ച് എടുത്തു പറയുകയുണ്ടായി. അത് വളരെ ശ്രേഷ്ഠമായ മന്ത്രമാണ്. ആത്മഭാവങ്ങളെ അത് നിത്യവും ജപിക്കുക. സന്താപനാശകരായ നമോ നമഃ. അന്ധകാരായ നമോ നമഃ. ചിന്താമണേ ചിദാനന്ദായ തേ നമഃ. നീഹാരനാശകരായ നമോ നമഃ. മോഹവിനാശകരായ നമോ നമഃ. ശാന്തായ രൗദ്രായ സൗമ്യായ ഘോരായ കാന്തിമതാം കാന്തിരൂപായ തേ നമഃ. സ്ഥാവര ജംഗമാചാര്യായ തേ നമഃ. ദേവായ വിശ്വൈകസാക്ഷിണേ തേ നമഃ. സത്വപ്രധാനായ തത്വായ തേ നമഃ. സത്യസ്വരൂപായ നിത്യം നമോ നമഃ. ഇത്തം ആദിത്യഹൃദയം ജപിച്ചു നീ ശത്രുക്ഷയം വരുത്തിയിടുക സത്വരം എന്ന് അഗസ്ത്യ മഹർഷി ഉപദേശം കൊടുത്തിട്ട് അവിടുന്ന് മറയുകയാണ് ചെയ്തത്. രാമായണത്തിലെ കിഷ്കിന്ധാകാന്ഡത്തിലെയും ചില അംശം യുദ്ധകാന്ഡത്തിലേക്ക് ചേർത്ത് ചില വസ്തുതകൾ ഇന്നത്തെ സത്സംഗത്തിൽ നമ്മൾ സംക്ഷേപിച്ച് പറയുകയാണ് ചെയ്തത്. എല്ലാവർക്കും സ്വസ്തിയും ശാന്തിയും സുഖവും ആനന്ദവും ഉണ്ടാകട്ടെ. സർവേഷാം സ്വസ്തിർഭവതു. സർവേഷാം പൂർണ്ണം ഭവതു. സർവേഷാം മംഗളം ഭവതു. ഓം ശാന്തി ശാന്തി ശാന്തി.